Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Section 57D ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പഠിച്ച ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. What is the name of the scheme mentioned in section 57D? Answer: Cooperative Risk Fund Scheme. സെക്ഷൻ 57Dയിൽ പറഞ്ഞിരിക്കുന്ന ആ സ്കീമിൻ്റെ പേരെന്താണ്? അതാണ് കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൂ മേ ഫ്രെയിം ദ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം? ആൻസർ: ദ ഗവൺമെൻറ്. ആരാണ് ഈ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്? അത് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ്. നെക്സ്റ്റ്, how will the government frame the scheme? Answer: by notification in the Gazette. ഈ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ഗവൺമെൻറ് എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. അത് ഗസറ്റിൽ വിജ്ഞാപനം ഇറക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് ഗവൺമെൻറ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം? Answer: to meet the loan liability of members who died within the repayment period of their loans. ഈ കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ ഉദ്ദേശം, പർപ്പസ് എന്താണ് എന്നാണ്. അതെന്താണ്? ഒരു മെമ്പർ, ഒരു സൊസൈറ്റിയിൽ അംഗത്വമുള്ള മെമ്പർക്ക് ലോൺ എടുത്തു കഴിയുമ്പോൾ ആ ലോൺ റീപേ ചെയ്യുന്നതിന് ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു പോയാൽ ആ റിസ്കിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ദിസ് സ്കീം? ആൻസർ: മെമ്പേഴ്സ് ഹൂ അവൈൽഡ് ലോൺസ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡൈഡ് ഡ്യൂറിങ് ദ റീപേയ്മെൻറ്റ് പീരീഡ്. ആരാണ് കോഓപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ ബെനിഫിഷ്യറീസ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്? അത് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്ത് റീപേ ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ടാൽ അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു സ്കീമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സെക്ഷൻ 57D subsection 2 specify? Answer: details regarding the types of societies, types of loans, contribution and audit of the fund. സെക്ഷൻ 57D സബ്സെക്ഷൻ 2 എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതായത് എങ്ങനത്തെ സൊസൈറ്റികൾക്കാണ് ഇങ്ങനെ ഒരു സ്കീം അലൗഡ് ആയിട്ടുള്ളത്, അതുപോലെ ഏത് രീതിയിലുള്ള ലോൺ കൊടുക്കുമ്പോഴാണ് ഈ റിസ്ക് ഫണ്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുന്നത്, ആ കോൺട്രിബ്യൂഷൻ എമൗണ്ട് എത്രയായിരിക്കണം സൊസൈറ്റികളുടെ, അതുപോലെ ആ ഫണ്ടിൻ്റെ ഓഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57D സബ്സെക്ഷൻ 2. അടുത്തത് സബ്സെക്ഷൻ 3 ആണ്. സെക്ഷൻ 57D സബ്സെക്ഷൻ 3. All societies covered under the cooperative risk fund scheme shall contribute towards the scheme at the rate specified in the scheme within 3 months from the date of commencement of the Kerala Cooperative Societies Amendment Act 2013, failing which the societies have no right to issue loans to members and the general public, and the registrar shall be competent to issue prohibition order restraining the society from providing loans. സബ്സെക്ഷൻ 3യിൽ പറയുന്നു, 2013 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ റിസ്ക് ഫണ്ട് സ്കീമിൽ അംഗത്വം എടുക്കുകയും ഒരു നിശ്ചിത തുക ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും വേണം. ഇനിയോ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ വില്ലിങ് അല്ല, ഫെയിൽ ആവുകയാണ് ഒരു സൊസൈറ്റി എങ്കിൽ രജിസ്ട്രാർക്ക് ഓർഡർ പുറപ്പെടുവിക്കാം, പ്രൊഹിബിഷൻ ഓർഡർ. എന്താ, ഇനി മുതൽ അങ്ങനെയുള്ള സൊസൈറ്റികൾ ലോൺ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അത് മെമ്പേഴ്സിനാവട്ടെ ജനറൽ പബ്ലിക്കിനാവട്ടെ ലോൺ ഇഷ്യൂ ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ തടസ്സം നിർത്തും. ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് സബ്സെക്ഷൻ 3യിൽ. നെക്സ്റ്റ്,
provided that before making such order, the registrar shall give an opportunity to the chief executive of the society to state his objection, if any, to the proposed action. പിന്നീട് പറയുന്നു, ഇങ്ങനെ പ്രൊഹിബിഷൻ ഓർഡർ ഇറക്കുന്നതിന് മുൻപ്, ഇങ്ങനെ ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ ഇറക്കുന്നതിന് മുൻപ് ചീഫ് എക്സിക്യൂട്ടീവിന് രജിസ്ട്രാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. രജിസ്ട്രാർ എന്തുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ഈ സൊസൈറ്റി ഈ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിൽ അംഗത്വം എടുക്കുകയോ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ള കാരണം ബോധിപ്പിക്കാനുള്ള ഒരു അവസരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തത്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് if any society violate the prohibition order, the registrar shall be competent to demand a sum of rupees 5,000 only as penalty. If any society fails to pay such penalty within 2 weeks from the date of receipt of demand notice, the registrar shall be competent to issue direction to the financing bank to recover the amount from the account maintained in the financing bank by the society, or to recover the amount under the provisions of the Kerala Revenue Recovery Act 1968. വീണ്ടും പറയുന്നു, ഇങ്ങനെ പ്രൊഹിബിഷൻ ഓർഡർ ഇറക്കിയിട്ടും ഒരു സൊസൈറ്റി അത് അനുസരിക്കുന്നില്ല, ലോൺ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർക്ക് ഡിമാൻഡ് ചെയ്യാം. എന്താണ്? 5,000 rupees, 5,000 രൂപ പിഴയായിട്ട് ഈടാക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. ഇങ്ങനെ ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു പേ സച്ച് പെനാൽറ്റി, ഇനി ഏതെങ്കിലും സൊസൈറ്റി ഈ പെനാൽറ്റി അടയ്ക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ ഡിമാൻഡ് നോട്ടീസ്, ഈ എമൗണ്ട് അടയ്ക്കാനുള്ള ഡിമാൻഡ് നോട്ടീസ് അയച്ച് 2 ആഴ്ചയ്ക്കുള്ളിലും ഇവരത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ രജിസ്ട്രാർക്ക് ഫിനാൻസിങ് ബാങ്കിനോട് നിർദ്ദേശിക്കാം. ഫിനാൻസിങ് ബാങ്കിൽ ഈ സൊസൈറ്റിക്ക് അക്കൗണ്ട് ഉണ്ടാകും. ഈ അക്കൗണ്ടിൽ നിന്നും റിക്കവർ ചെയ്യാം എമൗണ്ട്. അതുപോലെ തന്നെ കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 പ്രകാരം റിക്കവറി നോട്ടീസ് ഇറക്കാനും അങ്ങനെ റിക്കവറി ചെയ്യാനുമുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. ഇവിടെ 15 of 1968 എന്ന് കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ 1968 15ാമത്തായിട്ട് ഇറക്കിയിരിക്കുന്ന ആക്റ്റാണ്. അതിനാണ് കേട്ടോ 15 എന്നുള്ള നമ്പർ ഇട്ടേക്കുന്നത്. അത് എല്ലാ ആക്ടിൻ്റെയും കൂടി ഇങ്ങനെ ഒരു നമ്പർ കാണും. അതിന് കാരണം അതാണ്, ഏത് വർഷത്തിൽ ആ വർഷത്തിൽ 15ാമത്തെ അല്ലെങ്കിൽ ഏതാണോ നമ്പർ അത്രാമത് ഇറക്കിയിരിക്കുന്ന ആക്റ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്പർ ഇട്ടേക്കുന്നത്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 57D subsection 3 of the Kerala Cooperative Societies Amendment Act 2013. Societies under the Cooperative Risk Fund Scheme must contribute as per the scheme rate. Contribution must be made within 3 months from the Act's commencement. If not contributed, society cannot issue loans to members or public. Registrar can issue a prohibition order to stop loan disbursal. Next, registrar must give the chief executive a chance to object before issuing prohibition order. If the order is violated, rupees 5,000 fine will be imposed. If fine is not paid within 2 weeks, registrar can direct the financing bank to recover the amount from the society's account or recover via Kerala Revenue Recovery Act 1968. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് സോൾട്ട്? ആൻസർ സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ്, മീനിങ് ഓഫ് ലൂക്രേറ്റീവ്? ആൻസർ മേക്കിംഗ് എ ലാർജ് പ്രോഫിറ്റ്, ലാഭകരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ലെമൺ ഈസ് റിട്ടൺ ആസ് OVNLM, how can MELON be written in the same way? ആൻസർ NVOLM. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ഇവിടെ ഈ ലെറ്റേഴ്സ് നോക്കിയാൽ നമുക്കറിയാം, അത് തിരിച്ചു മറിച്ചിട്ടേക്കുന്ന എല്ലാത്തിനകത്തെയും ലെറ്റേഴ്സ് കോമൺ ആണ്. അപ്പോൾ ഇവിടെ L
വന്നേക്കുന്നത് O ആണ്, ഇക്ക് നേരെ വന്നേക്കുന്നത് V ആണ്, എമ്മിന് നേരെ വന്നേക്കുന്നത് N ആണ്, ഒയുടെ നേരെ L ആണ്, എന്നിന് നേരെ M ആണ്. അതേ ലെറ്റേഴ്സ് തന്നെ ഇപ്പോഴും വന്നേക്കുന്നത് MELON ആണ്. അപ്പം ഏതിനാണോ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലിന് നേരെ ഏത് വന്നേക്കുന്നോ അത് തന്നെ ഇവിടെ ഇടുക. അങ്ങനെ നോക്കുമ്പോൾ എമ്മിന് നേരെ വന്നേക്കുന്നത് N ആണ്, ഇയുടെ നേരെ V ആണ്, എല്ലിന് നേരെ O ആണ്, ഒയുടെ നേരെ L ആണ്, എന്നിന് നേരെ M ആണ്. അപ്പോൾ ആൻസർ കിട്ടി. Now your turn to answer. Question number 1. The vitamin that helps for clotting of blood. Next, meaning of melancholy. Next, if Bombay is coded as FSQFEC, which word could be coded as QCWSVI? Leave your answer in the comment box and stay tuned for the next episode. Thank you.